നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണത്. ഈ പുതിയ തലമുറ പെട്ടെന്ന് അനിശ്ചിതത്വത്തിലായി പോവുക. ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ പഠനം മുടങ്ങി അവിടെയൊക്കെ നിരാശരായി പോകുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെ നേടിയെടുക്കാം, എന്തിനു വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഏറ്റവും മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് സെൽഫ് കോൺഫിഡൻസ് ട്രെയിനിങ്ങുകൾ. അതെ. അപ്പോൾ നമ്മളവിടെയൊക്കെ തന്നെ പല ടീമുകളും ഇപ്പോൾ സ്റ്റാഫ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് പിന്നെ ഈ +2 ഒക്കെ കഴിഞ്ഞ് മറ്റു പല മേഖലയിൽ കൂടെ ഈ ട്രഡീഷണൽ കോഴ്സിനല്ലാതെ പിന്നെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് പോകുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ പിന്നെ പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ സെഷനുകൾ വേണ്ടിയിട്ട് സമയം ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ധൈര്യമില്ല, ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്, അതാവട്ടെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു 2026 എനിക്ക് തോന്നുന്നത് ഒരു 16-17 സെഷനുകൾ ഈ ഒരു മേഖലയിൽ സെൽഫ് കോൺഫിഡൻസ് എന്ന ഒരു ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കൊടുത്ത് ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്യൽ. എവിടെ നോക്കിയാലും നിങ്ങൾ പറഞ്ഞ പോലെ ആത്മവിശ്വാസം എന്നത് ഒരു നെടുന്തൂണാണ്. അല്ലേ? ഒരു മനുഷ്യനായി നിലനിർത്തുന്നതിൽ, വിജയങ്ങൾ നേടാൻ പ്രാപ്തരാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായൊരു ക്വാളിറ്റിയാണ്, ഒരു സ്കില്ലാണ് സെൽഫ് കോൺഫിഡൻസ്. ഏതിനെയും ആത്മധൈര്യത്തോട് കൂടിയിട്ട് നേരിടാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അത് യുവതലമുറക്കും വിദ്യാർത്ഥികൾക്കും കുറവാണോ എന്ന് സംശയിക്കപ്പെടുന്നു. തീർത്ത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും എവിടെയൊക്കെ ചെറിയൊരു തട്ടലും മുട്ടലൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് വേണമെന്നുള്ളതാണ്. അപ്പോൾ വിജയത്തിന് വേണ്ട ചേരുവകളിൽ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. അല്ലേ? സെൽഫ് കോൺഫിഡൻസ് എന്നത് കേവലം 1-2 ദിവസങ്ങൾ കൊണ്ടോ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് കൊണ്ടോ നേടാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല എന്നതാണ് ആദ്യം നമുക്ക് ഉണർത്താനുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാര്യത്തിന് ധൈര്യമായിട്ട് നേരിടുക എന്നുള്ളതാണ് ആത്മവിശ്വാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലേ? ഒരു കാര്യം അത് ഏറ്റവും ഭംഗിയായി ഏത് രൂപത്തിലാണോ അത് ഏറ്റവും സൂപ്പറാക്കാൻ പറ്റുക, ആ രൂപത്തിലേക്ക് അതാക്കി മാറ്റുക എന്നുള്ളതാണ് ആത്മവിശ്വാസം. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് പഠനം എന്നത്. ഒരു സ്റ്റുഡൻ്റ്, ഒരു വിദ്യാർത്ഥി എന്നുള്ളത്, ആ പഠനം അവൻ്റെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ച്, സമയം ഉപയോഗിച്ച്, ടെക്നിക്കുകൾ ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നതാണ് അവൻ്റെ ആത്മവിശ്വാസം. ആസ് എ ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മുന്നിലെത്തുന്ന മക്കളെ, വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ പ്രാപ്തരാക്കുക. മാർക്കിനപ്പുറം, ബിയോണ്ട് ദ സിലബസുകൾക്ക് അപ്പുറമുള്ള അവരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ മേഖലയിലും, ഇപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിൽ ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായി നിർവഹിക്കുക. അത് മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണ്, വീട്ടിലെ മറ്റു അംഗങ്ങളോടാണ്. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ തൻ്റെ ഭാര്യയോട്, മക്കളോട്, വീട്ടിലെ മറ്റു അംഗങ്ങളോട് ആ വീടിൻ്റെ കാര്യങ്ങൾ, അയാളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി, ഏറ്റവും സുന്ദരമായി, ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുമ്പോഴാണ് അയാൾ ഒരു ആത്മവിശ്വാസമുള്ള ആളായി മാറുക. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താൻ നടത്തുന്ന ബിസിനസ് അത് ഏറ്റവും വിജയിക്കുന്ന രൂപത്തിൽ, എവിടെയെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് അതിനെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഓരോ ദിവസവുമുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ആത്മവിശ്വാസം എന്നുള്ളത് ഓരോരുത്തർക്ക് മനസ്സിലായി, ഇത് കേൾക്കുന്ന, ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതുണ്ടാക്കാൻ എങ്ങനെയൊക്കെയാണ്, അല്ലേ? നമ്മൾ ആലോചിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം അതെന്താണ് ഈ രൂപത്തിൽ നിലനിൽക്കാനല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിൽ, അല്ലേ, മാനസിക ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടതാണ്. ശരീരത്തിന് നല്ല ഭക്ഷണം വേണം എന്നതുപോലെ മാനസിക ആരോഗ്യം നല്ല രൂപത്തിൽ നിലനിൽക്കാൻ ഒരാൾക്ക് വേണ്ടതാണിത് സിക്കത്തുൻ നഫ്സ് എന്ന് അറബിയിൽ പറയുന്ന, സെൽഫ് കോൺഫിഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത്.